എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയുടെ ചിന്തയിൽ മുഴുവൻ നിങ്ങൾ നിറഞ്ഞു നിൽക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ആദ്യമായിട്ട് ഒന്നാമത്തെ കൈ എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഇടങ്ങളിലേക്ക് പോകാം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാവുന്നു. ഇതുവരെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ സ്നേഹം കിട്ടാത്തതിൽ നിങ്ങൾക്കൊരുപാട് ദുഃഖമുണ്ടായി. എങ്ങനെ ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കാൻ കഴിയും, എങ്ങനെ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം നിങ്ങൾക്കായി. മാത്രമല്ല, നിങ്ങളെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി എന്ന് നിങ്ങൾ പല ഘട്ടത്തിൽ ആഗ്രഹിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളെ പരിഗണിക്കുന്ന ഒരു മനസ്സല്ല ആ വ്യക്തി സ്വീകരിച്ചത്. ആ വ്യക്തിയിൽ നിന്നും സ്നേഹം ഒരുപാട് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലും നിങ്ങളിലേക്ക് വരാൻ, നിങ്ങൾ കരുതുന്നത് പോലെ സ്നേഹിക്കാൻ, വിചാരിച്ചതുപോലെ സ്നേഹിക്കാൻ, ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്തേക്ക് അടുക്കുന്നതിന് വലിയ തടസ്സങ്ങളുണ്ടായി. പല സാഹചര്യങ്ങളോ പല പ്രതിസന്ധികളോ പല പ്രശ്നങ്ങളോ ഒക്കെ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾക്കും അത്ഭുതം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ വ്യക്തിയുമായി ഒന്ന് അടുക്കണം, ആ വ്യക്തിയുമായി ഒന്ന് യോജിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ കരുതി. പക്ഷേ ഇതുവരെ നിങ്ങൾക്കതിന് സാധിച്ചില്ല. കാരണം ആ വ്യക്തിയുടെ ചില നിലപാടുകളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇതാദ്യമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുന്നതിന് തയ്യാറാകുകയാണ്. ആ വ്യക്തിയുടെ കരം നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടുകയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ സഹായത്തിനാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനാകാം. നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന സ്നേഹം ഇപ്പോൾ ആ വ്യക്തി നൽകാൻ തയ്യാറാകുന്നു. കൃത്യമായി നിങ്ങൾക്കത് കാണാൻ കഴിയുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുന്നത്, ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം. ഈ മാറ്റം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന്. വൈകിയാണെങ്കിലും നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ. എപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനാണ്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായി, ആ വ്യക്തിയുടെ ചിന്തയിലുണ്ടായി. എന്തുകൊണ്ടൊക്കെയോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ പോയി. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം, ചില മറ്റു വ്യക്തികളുടെ സ്വാധീനമാകാം. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല. നിലവിൽ ഇനി അങ്ങനെ സ്നേഹിക്കുമോ എന്നുള്ളതിനൊരു സാധ്യത പോലും നിങ്ങൾ കാണുന്നില്ല. പക്ഷെ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുകയാണ്. ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. മറ്റാരിൽ നിന്നും നിങ്ങൾ സ്നേഹം ആഗ്രഹിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റാരുടെയെങ്കിലും സ്നേഹം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങൾ തൽക്കാലം ചിന്തിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് വിരുദ്ധമായൊരു തീരുമാനം എടുത്ത വ്യക്തി, നിങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങളുടെ മനസ്സിന് വിരുദ്ധമായിരുന്നു ആ വ്യക്തിയുടെ എല്ലാ തീരുമാനങ്ങളും. നിങ്ങളേറെ സ്നേഹിക്കുകയും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ഇതുവരെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് ആ വ്യക്തി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഒരിക്കൽ പോലും അംഗീകരിക്കാനും ആ വ്യക്തി തയ്യാറല്ലായിരുന്നു. നിങ്ങൾക്കാണെങ്കിൽ ആ വ്യക്തി എടുത്ത പല തീരുമാനങ്ങളെ
മറികടക്കാനും കഴിഞ്ഞില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തി നൽകിയില്ലായിരുന്നു. നിങ്ങൾ ഹൃദയത്തിൽ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു, പരിഗണന നൽകിയിരുന്നു. പക്ഷെ പ്രാക്ടിക്കലി യാഥാർത്ഥ്യത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് പരിഗണന നൽകിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാനൊന്നും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഒരു പതറിയ മനസ്സോടുകൂടിയാണ് നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയുടെ മുമ്പിൽ പെരുമാറിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അധികാര സ്വരം വരികയാണ്. ആ വ്യക്തിയിൽ നിങ്ങൾക്ക് അധികാര സ്വരം ഉണ്ടാകാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ വ്യക്തിയെ നിങ്ങൾ സഹായിക്കുന്നു, ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും നിങ്ങൾ നൽകുന്നു, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇതുവരെ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ്. ചില ആളുകൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. അവരുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അവർക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയിലേക്ക് കയറി ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്വാധീനമോ ഒരു അധികാരപ്പെടലോ സാധിക്കില്ല. അതായത് നിങ്ങളെ ആ വ്യക്തിയുമായി അടുക്കാതിരിക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികൾക്കെതിരെയും നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.